ഗൈസ് വെൽക്കം ടു ഹൺഡ്രഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഡെയിലി വീഡിയോസാണ്. ഇന്നലെ ഞാൻ കുറച്ച് കമൻറ്റുകൾ കണ്ടിരുന്നു. മാർക്കറ്റ് ഡൗൺ ഞാൻ അതിൻ്റെ വിശദീകരിച്ചിട്ട് അതൊരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചില സമയങ്ങളിലൊക്കെ ഞാൻ നിങ്ങളോട് അത് വിഷയമായിട്ട് തന്നെ പറയണമെന്ന് തോന്നുന്നു എനിക്ക്. നമ്മൾ മാർക്കറ്റ് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ ഒരു മാസം ഞാൻ ഉംറയ്ക്കുണ്ടായിരുന്നു. എന്നാൽ പോലും നമ്മൾ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ഇൻസ്റ്റൻറ്റ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവം, ഡൗണിൻ്റെ റീസൺ എന്താ, എന്തുകൊണ്ട് ഡൗൺ ആവുന്നു, ചാർട്ട് വൈസ് എന്താണ് കാരണങ്ങൾ എന്നൊക്കെ നമുക്ക് ആ ഇൻസ്റ്റൻ്റായിട്ട് സംസാരിക്കണം. അതിന് ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു വീഡിയോ സെറ്റപ്പിനേക്കാൾ ഉപരി നമ്മളൊരു വോയിസിൽ നമ്മൾ കാര്യം വിശദീകരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രിഫർ ചെയ്യുക, ഞാൻ പൊതുവേ മാർക്കറ്റൊക്കെ ഡൗൺ ആകുന്ന സമയത്തൊക്കെ പബ്ലിക് ഗ്രൂപ്പിലാണ് വോയിസുകൾ ഇട്ടിട്ടും അതിൻ്റെ കണ്ടീഷൻസും ചാർട്ട് വൈസൊക്കെ പറയാം. ഇവിടെ നമ്മൾ ചാർട്ട് വൈസ് അല്ല, ഇവിടെ നമ്മളൊരു ഇൻട്രാക്ഷനാണ്. ഇന്ന് ഒരു സംഭവങ്ങൾ ഡെയിലി നമ്മൾ ലൈവ് ആണെന്നുള്ള രീതിയിലുള്ള ഒരു ഇൻട്രാക്ഷൻ മാത്രമാണ്. ഇന്നും ഞാൻ പല വോയിസുകൾ പബ്ലിക് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് വേറൊരു കാറ്റഗറി ആയിട്ട് നിങ്ങൾ കാണണം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു യൂട്യൂബ് വ്യൂവർ കാണുന്ന എല്ലാവരും പബ്ലിക് ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുക. എനിക്കറിയാം പലരും ടെലഗ്രാം യൂസ് ചെയ്യാത്തവരുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ അതുമാത്രം വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ വേറെ കുറേ ആൾക്കാർ പല ഗ്രൂപ്പുകളിലും ആഡ് ചെയ്യപ്പെട്ടിട്ട്, പല സിനിമാ ഗ്രൂപ്പുകളും പല ഗ്രൂപ്പുകളും ആഡ് ചെയ്യപ്പെട്ടിട്ട് മെസ്സേജ് മിസ്സാവുന്ന രീതികളുണ്ട്. അങ്ങനെയും ഉണ്ടാവരുത്. നമുക്ക് വേണ്ടാത്ത പല ഗ്രൂപ്പുകളൊക്കെ ഒഴിവാക്കി നമുക്ക് എന്താണ് ആവശ്യം, ഇപ്പോൾ സിനിമാ ഗ്രൂപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഏതാ വിഷയത്തിൻ്റെ ഗ്രൂപ്പ് ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് പിൻ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അങ്ങനെയായിരിക്കും ചിലപ്പോൾ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് മെസ്സേജുകൾ മിസ്സാവുന്നത്. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് ഡിഫറെൻ്റ് ആക്കി വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യണം. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യപ്പെടും, ഇത്തരം ഡിപ്പുകളിൽ നമ്മൾ ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ മാറരുത്. മാർക്കറ്റ് ബാക്ക് ആയപ്പോൾ തിരിച്ചു വരുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറണം. കാരണം മാർക്കറ്റ് സ്റ്റിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ബാക്ക് ആവുന്നത്ര 93, ഇന്നൊരു മന്ത്ലി ക്ലോസ് എബോവ് 93ൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളായിട്ടുണ്ടായതൊക്കെ ഒരു ഡൗൺ ട്രെൻഡ് വീക്കായിട്ട് കൂട്ടാം. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു വിഷയമാണ്, വേൾഡ് ന്യൂസുകളും നമ്മൾ ചർച്ച ചെയ്തു. ആര് എവിടെ എന്ത് എങ്ങനെയെന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്ക് ഇന്നലെ അറിയാം കാനഡിയൻ പുതിയൊരു പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, മാർക്ക് കാർണി എന്ന് പറയുന്നത്. അത് നമ്മളെങ്ങനെയാണ് ബാധിക്കുക എന്ന് പറഞ്ഞാൽ, മൂപ്പർ ഫസ്റ്റ് തന്നെ പറഞ്ഞൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് മൂപ്പർ ഈ പറയുന്ന ഇലക്ഷനിൽ ജയിച്ചതെന്ന് പറഞ്ഞാൽ, സാധാരണ ലിബറൽ പാർട്ടി ഈ ഇലക്ഷനിൽ വലിയ സ്വാധീനമൊന്നും ഇല്ല. കാരണം ജസ്റ്റിൻ ട്രൂഡോൻ്റെയൊക്കെ ഈ പറയുന്ന പാർട്ടി കാലങ്ങളോളം ഭരിച്ചിരുന്ന ഈ കാനഡ മണ്ണിൽ അദ്ദേഹം ഒരൊറ്റ വേർഡാണ് ഉയർത്തിയത്. നമ്മൾ ക്രിപ്റ്റോയിൽ വലിയ പ്രതീക്ഷ കാണിക്കുന്ന ഒരാളുണ്ട്, ട്രംപ്. അദ്ദേഹത്തിനെതിരെയുള്ള ഒരു മുദ്രാവാക്യം പറഞ്ഞപ്പോഴാണ് കനേഡിയൻ ജനങ്ങൾ മൂപ്പരെ ക്ഷണിച്ചത്. കാരണം നമ്മളറിയാം ഈ പറയുന്ന ഈ കഴിഞ്ഞ മാസങ്ങളായിട്ട് ട്രംപ് ഓരോ രാജ്യങ്ങൾ അപമാനിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളൊക്കെ, ഇപ്പോൾ കാനഡയ്ക്ക് വേണമെങ്കിൽ അമേരിക്കയിലേക്ക് ജോയിൻ ചെയ്തോ, നമ്മുടെ ഒരു സ്റ്റേറ്റായി നിൽക്കാം, അല്ലെങ്കിൽ കാനഡയ്ക്ക് ഇത്ര ടാരിഫ് തരും, നമ്മൾ പറയുന്ന പോലെ ചെയ്തോണം, കാനഡേൻ്റെ ഇത്ര പ്ലേസ് നമ്മളെയാണ്. അന്നേരം നിരന്തരം പ്രകോപനപരമായ വേർഡുകൾ ഉപയോഗിച്ചിരുന്ന സിറ്റുവേഷനിൽ ഈ പുതിയ മാർക്കാറിന് എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മൾ ട്രംപിന് വിട്ടുകൊടുക്കണോ, നമ്മുടെ രാജ്യം ട്രംപിന് മുമ്പിൽ അടിയറവ് പറയണോ എന്നുള്ള ആ ഒറ്റ മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ എൻ്റെയറായിട്ട് കേവല ഭൂരിപക്ഷത്തു നിന്ന് ജസ്റ്റ് 2 സീറ്റ് ഡൗൺ ആണെങ്കിൽ പോലും മറ്റു സപ്പോർട്ടിൽ മൂപ്പർക്ക് ജോയിൻ ആവാവുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ഗവൺമെൻറ് സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, തൊട്ടടുത്ത 2 രാജ്യങ്ങൾ കുറേ നാളായിട്ട് ബോർഡറൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ കാണാം. കുറേ ആൾക്കാർ ഇവിടെ കാനഡ, ഇവിടെ ഈ പറയുന്ന അമേരിക്ക എന്ന് പറഞ്ഞിട്ട് 2 സ്ഥലത്ത് കാല് വെച്ച് നിൽക്കുന്ന അത്രയും രീതിയിൽ പോകുന്ന 2 കൺട്രികൾക്കിടയിൽ ഈ പറയുന്ന സിറ്റുവേഷൻഷിപ്പ് വന്നിട്ടുണ്ട് പൊതുവെ. മാത്രമല്ല ഇനി എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, മൂപ്പർ വന്നപാട് പറഞ്ഞ ഒരു റെസൊല്യൂഷൻ തന്നെ എന്താണെന്ന് വെച്ചാൽ, ഇനി നമ്മൾ അമേരിക്കനോട് പഴയ അനുഭാവ ബന്ധം കാണിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് തന്നെ അദ്ദേഹം തുടക്കം കുറിച്ചത്. ഇത് ക്രിപ്റ്റോ എങ്ങനെയാണെന്ന് വെച്ചാൽ, കനേഡിയനിലെ ഫോർമർ ബ്രിട്ടൻ ഗവർണറായ, ബാങ്കിലെ ഗവർണറായ ഇദ്ദേഹം ഇനി എത്രത്തോളം കുറച്ചും കൂടി ബാങ്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു സെൻട്രലൈസ്ഡ് ടൈപ്പ് ഓഫ് ഈ പറയുന്ന എക്കോണമി ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ എത്രത്തോളം ക്രിപ്റ്റോ കാനഡ മണ്ണിൽ എത്രത്തോളം ഇദ്ദേഹം റെഗുലേഷൻസ് കൊണ്ടുവരും, ടാക്സ് കൊണ്ടുവരും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. മാത്രമല്ല അമേരിക്കൻ കാനഡയിൽ നിന്ന് ഒരുപാട് ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ നടക്കുന്നത് എത്രത്തോളം പ്രശ്നത്തിലാക്കും എന്നുള്ളതും ഒരു കാര്യമാണ്. അങ്ങനെ മൂപ്പർ ഇനി ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ട്, ട്രംപ് ഒരു പ്രോ ക്രിപ്റ്റോ ആളാണെന്ന് പറയുന്നിടയിൽ ഇദ്ദേഹം ഒരു എഗെയിൻസ്റ്റ് ആവുമോ, അല്ലെങ്കിൽ ആ ഒരു വേൾഡ് മാറുന്നതനുസരിച്ച് കാനഡയും കൂടി മാറണം, അതുകൊണ്ട് എൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് തുടരുന്നതിന് പകരം ക്രിപ്റ്റോൻ്റെ രീതിയിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആക്കും എന്നുള്ളത് നമ്മൾ വരുന്ന ആളുകൾ അറിയേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത് നമ്മൾ വേൾഡിൽ സന്തോഷത്തോടെ കാണുന്ന വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ട്രംപ് പറഞ്ഞൊരു വേർഡുണ്ട്,
നമ്മൾ ടാരിഫൊക്കെ ഒന്ന് കൺട്രീസൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇന്ത്യ പോലുള്ള കൺട്രീസാണ് ഫസ്റ്റ് ടാരിഫിന് വേണ്ടി ഡീലിന് വരികയും ഇന്നലെ തന്നെ ഈത്തൈൻ്റെ ഇറക്കുമതി ചൈന 120% ടാക്സ് കട്ട് ചെയ്തത് കണ്ടിരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ടാരിഫ് ഒന്ന് സെറ്റിലായി കഴിഞ്ഞാൽ എത്രയോ മില്യൺ വർത്ത് ഓഫ് ഈ പറയുന്ന ഇൻകം എത്രയോ അടിയിലുള്ളവർക്ക് ടാക്സ് ഇല്ല എന്നുള്ള ടൈപ്പ് ഓഫ് ഒരു അനൗൺസ്മെൻറ്റ് സൂൺ വരുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുക എന്ന് പറഞ്ഞാൽ, അമേരിക്കയിൽ പൊതുവെയുള്ള പരാതി എന്ന് പറയുന്നത് ഹെവി ടാക്സും എന്തിനും ടാക്സും, ജീവിക്കുന്ന ആൾക്കാർക്ക് മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും മണിയില്ല എന്നുള്ള സിറ്റുവേഷനിൽ ഇത്തരം ടാക്സ് ഒഴിവാക്കുന്നതോടുകൂടി ജനങ്ങളെയും ഉണ്ടാകുന്ന എക്സ്ട്രാ മണികൾ ഈ പറയുന്ന പ്രോ ക്രിപ്റ്റോ ആയ ഒരാൾ ഭരിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും മറ്റു പല ഇപ്പോൾ ഗോൾഡ് ആയാലും മറ്റും അതിൻ്റെ ഒരു പീക്ക് പോലെ തോന്നിപ്പിക്കുന്ന സിറ്റുവേഷനിൽ ബിറ്റ്കോയിൻ പോലുള്ള അല്ലെങ്കിൽ ക്രിപ്റ്റോ പോലുള്ള അതർ ആൾട്ടർനേറ്റീവ് ഡിജിറ്റൽ അസറ്റിലേക്ക് എന്ത് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്, പൈസ പതിയെ മാറാനുള്ള സാധ്യതയുണ്ട്. അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാസങ്ങളായിട്ട് ഡിപ്പിൻ്റെ, അതായത് ഫസ്റ്റ് ഒരു 108 വരെ കയറിയ അതിനുശേഷം 72 വരെ വന്ന റീട്രേസ് കാലഘട്ടം കഴിഞ്ഞ് നിൽക്കുന്ന ബിറ്റ്കോയിന് എന്ത് ചെയ്യപ്പെടാം, അടുത്ത ഒരു 3 മാസം പോസുള്ള ടാരിഫിൻ്റെ ഒരു കാലാവധിയും ഹിസ്റ്റോറിക്കലി ട്രംപ് 2017 വന്നപ്പോൾ ഉണ്ടായ ഹൈക്ക് പ്ലസ് റീട്രേസ് പോലെ തന്നെ ഉള്ള ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റ് നിൽക്കുമ്പം എന്തെങ്കിലുമുള്ള എക്സ്ട്രാ ന്യൂസുകളൊക്കെ ഫ്യൂൽ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ പറയുന്ന BTC ഡോമിനൻ്റ് 17Kൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആൾട്ടും എല്ലും കഴിഞ്ഞതിൽ ലിക്വിഡേഷൻ ഗ്രാബ് ചെയ്യേണ്ടത് എല്ലാം ഗ്രാബ് ചെയ്ത് ഹെവിയായി നിൽക്കുന്ന ഇടയിൽ അതേപോലെ നമ്മളിവിടെ കാണുന്ന USDT ട്രഷർ മിൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മൈൻ ചെയ്ത ഒരുപാട് എമൗണ്ട് ഓഫ് USDT പ്ലാറ്റ്ഫോമിൽ മൈൻ ചെയ്യുന്നതും നമ്മൾ കാണുന്ന സിറ്റുവേഷനിൽ എവിടെയൊക്കെയോ ഹെവി ആയിട്ട്, മാത്രമല്ല ബ്ലാക്ക് റോക്ക്, മൈക്രോ സ്ട്രാറ്റജി പോലുള്ള കമ്പനികൾ എന്ത് ചെയ്യപ്പെടുന്നു, ക്രിപ്റ്റോ വാങ്ങിക്കൂട്ടുകയും ETF ഇൻഫ്ലോ ഹെവി ആവുകയും മൈൻ ചെയ്തത് വളരെ കുറവാകുന്ന എവിടെയോ ഒരു പോയിൻ്റ് ഓഫ് ഒരു പുഷിൻ്റെ മാത്രം ഒരു പിൻബലത, അതിന് മാത്രമുള്ള ഒരു പ്രശ്നത്തിലേക്ക് നിൽക്കുന്ന രീതിയിൽ മാർക്കറ്റ് നിന്നിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന 32% ഡിപ്പ് ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ ഓൾ ടൈം ഹൈൻ്റെ മുകളിൽ 72ൻ്റെ മുകളിൽ അല്ലെങ്കിൽ 69ൻ്റെ മുകളിലാണ് ആ പറയുന്ന ഡിപ്പുകൾ ഉണ്ടായതെന്നും നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴായിട്ട് പറയുന്ന 69K എന്ന് പറയുന്ന 6 മാസത്തോളം അടുപ്പിച്ച ഏരിയയിലേക്ക് പോലും BTC വരാണ്ട് പുതിയ ഒരു സെറ്റപ്പിൽ നിന്ന് പെട്ടെന്ന് തന്നെ 93ലേക്ക് പോയതും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ പലരും ആൾട്ട് ഏകദേശം 50% ഡൗൺ ആണെന്ന് അറിയെങ്കിൽ പോലും എവിടെയോ ഒരു വേ ഓഫ് മൂവ്മെൻറ്റ്, സെക്കൻഡ് വേവ് ഉണ്ടാവേണ്ടതുണ്ട്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ, നവംബർ അല്ലെങ്കിൽ ഒക്ടോബറിന് സമയത്തായിരിക്കാം ചിലപ്പോൾ ഫൈനൽ പീക്ക് എങ്കിൽ പോലും ഈ സെക്കൻഡ് പീക്കിൽ നമ്മൾ എന്ത് ചെയ്യപ്പെടും, 1% ബുക്കിംഗ് എന്തായാലും ചെയ്യണം. 1% ബുക്ക് ചെയ്ത സാധനം വീണ്ടും പീക്ക് അടിക്കുമ്പോൾ വാങ്ങലല്ല, അത് എമൗണ്ട് ഓഫ് മണിയാക്കി നമ്മൾ അടുത്ത ഒരു ബിയർ മാർക്കറ്റിലേക്ക് റെഡിയായി അല്ലെങ്കിൽ അടുത്ത ശതമാനം ബുക്ക് ചെയ്യുന്ന രീതിയിലേക്കും നമ്മൾ മാറുന്നുണ്ട്. അപ്ഡേറ്റുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഡെയിലി വീഡിയോസ്, ടെലഗ്രാമിൽ വോയിസുകൾ ഉണ്ടാവും. നിങ്ങളുടെ കടമയാണ്. ഓരോരാൾ വിളിച്ചിട്ട് ടെലഗ്രാമിൽ വോയിസ് ഇട്ടിട്ടുണ്ടേ ഒന്ന് നോക്കണേ എന്നുള്ളതല്ല. നിങ്ങൾ ജോയിൻ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അപ്ഡേറ്റ്. അയാൾ എന്നിൽ നിന്നല്ല, പലരും ഉണ്ടാവുന്നെങ്കിൽ ആരെങ്കിലും വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റഡ് ആവുകയാണ് വേണ്ടത്. അല്ലാണ്ട് ഞാൻ ഒരു മാസം വീഡിയോ ചെയ്തിട്ടില്ല, ഞാൻ ടെലഗ്രാമിൽ മാത്രമേ വോയിസ് ഇടുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അപ്ഡേറ്റ്സ് മിസ്സാവുന്ന രീതിയിലേക്ക് ഉണ്ടാവരുത്. ടെലഗ്രാമിലും വോയിസ് ഇട്ടാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, യൂട്യൂബിൽ വോയിസ് ഇട്ടാലും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലേക്ക് മാറേണ്ടതുണ്ട് എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.